ഇന്നുണ്ടല്ലോ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴം ഓട്സും വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു മീഡിയം ചെറിയ ഒരു സൈസിലുള്ള നേന്ത്രപ്പഴം എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ സ്ലൈസ് ആക്കിയിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ അളവിൽ ഓട്സാണ്. അതുപോലെ 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരവിയതും. അപ്പോൾ നിങ്ങളുടെ പകരം ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റോൾഡ് ഓട്സ് പൊടിച്ചതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ എടുത്താൽ മതി. പാകത്തിനുള്ള ഉപ്പും ഒരു സ്വല്പം വെള്ളം, നമ്മൾ പുട്ടിനൊക്കെ നനച്ച് കൊടുക്കുന്ന പോലെ സ്വല്പം വെള്ളം കൂടി ചേർത്ത് നനച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഇഡ്ഡലി തട്ടിലാണ് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് ഒരാൾക്ക് കഴിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. സൈസ് കൂട്ടണമെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ പോർഷൻസ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് ആവി കയറ്റി എടുക്കണം. ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുത്താൽ നമ്മളുടെ ഈ ഒരു സ്നാക്ക് റെസിപ്പിയാണ് റെഡിയായി. ഇത് നമുക്ക് വെയിറ്റ് ലോസിന് മാത്രമല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നവർക്കും അതുപോലെ നമുക്കൊരു സ്നാക്കായിട്ട് ഉപയോഗിക്കാം. ഒരു ടിഫിനായിട്ട് നമുക്ക് ക്യാരിയും ചെയ്യാൻ പറ്റുന്ന സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ കൂടെ കൂടിക്കോളൂ കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.